പറന്നിറങ്ങി സീപ്ലെയിൻ. കൊച്ചിയിൽ നിന്ന് 25 മിനിറ്റ് കൊണ്ട് മൂന്നാറിൽ പറന്നിറങ്ങി ജലവിമാനം. പ്രതീക്ഷിച്ചതിലും നേരത്തെ വിമാനം മാട്ടുപ്പെട്ടി ഡാമിലെത്തി. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ജലവിമാന സർവീസ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരിയിൽ നിന്ന് സീപ്ലെയിൻ ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തും. മാട്ടുപ്പെട്ടിയിലേക്കുള്ള ടേക്ക് ഓഫിന് വേണ്ടി അതാ സീപ്ലെയിൻ ബോൾഗാട്ടി ജെട്ടിയിൽ നിന്ന് കൊച്ചി കായലിലേക്ക് നീങ്ങുകയാണ്. ഏതാണ്ട് ഒരു 200 മീറ്റർ കൂടി മുന്നോട്ട് പോയ ശേഷം സീപ്ലെയിൻ വീണ്ടും യു ടേൺ എടുത്ത് ഈ ഗോശ്രീ പാലത്തിന് മുകളിലൂടെയായിരിക്കും നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പറക്കുക. കൊച്ചി കായലിന് മുകളിലൂടെ ഒരു സ്പീഡ് ബോട്ട് പോലെ കുതിച്ചുയർന്ന ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിന്റെ ജലപ്പരപ്പിന് മുകളിലേക്ക് ഒരു ചെറുവിമാനം പോലെ പറന്നിറങ്ങുന്ന സീപ്ലെയിന്റെ യാത്രക്കെടുക്കുന്നത് വെറും 20 മിനിറ്റ് മാത്രമാണ്. അതാണ് സീപ്ലെയിൻ ടൂറിസം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വലിയ സാധ്യതയും. കൊച്ചിയിൽ നിന്ന് പറന്നുയർന്ന ജലവിമാനം രാവിലെ 10:57 മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ലാൻഡ് ചെയ്തു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വളരെ സേഫായ ലാൻഡിംഗ് ആയിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് വിമാനത്തിലെത്തിയവരെ സ്വീകരിച്ചു. This is very much like flying in Western Canada. We have big mountains, beautiful lakes, and this is very much the same. This is prettier and greener though. It's very nice. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ജലവിമാനം പറന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പരീക്ഷണ പറക്കൽ മാത്രമാണ്. ഇനി ഈ പദ്ധതി യാഥാർത്ഥ്യമാകണം. അത് 6 മാസം കൊണ്ട് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്നാണ് മൂന്നാറിലേക്കുള്ള സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ആരംഭിച്ചത്. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂന്നാർ യാത്രയ്ക്ക് മുമ്പ് കൊച്ചിയിൽ നിന്ന് 3 മന്ത്രിമാരുമായി സീപ്ലെയിൻ 10 മിനിറ്റ് ആകാശപ്പറക്കൽ നടത്തി. മന്ത്രിമാരായ പി രാജീവ്, മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി എന്നിവരാണ് ആദ്യ സീപ്ലെയിൻ യാത്ര ആസ്വദിച്ചത്. മാട്ടുപ്പെട്ടിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ ജലവിമാനം ഇന്ധനം നിറച്ച ശേഷം ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് പോയി. കൊച്ചിയിൽ നിന്ന് ബിനിലിനും റിയയ്ക്കുമൊപ്പം മാട്ടുപ്പെട്ടിയിൽ നിന്ന് ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്. മാട്ടുപ്പെട്ടിയിലെ ജലവിമാന പദ്ധതിയിൽ ആശങ്ക അറിയിച്ച് വനംവകുപ്പ്. വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള പദ്ധതി ആവാസ മേഖലയെ ബാധിക്കുമെന്നാണ് സംയുക്ത പരിശോധനയിൽ വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഡാം ആനത്താരയുടെ ഭാഗമാണെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. KSEBയുടെ നിയന്ത്രണത്തിലാണ് മാട്ടുപ്പെട്ടി ഡാം. എന്നാൽ ഇതിനു ചുറ്റുമായി 3 വനമേഖലകളാണുള്ളത്. ആനമുടി ശോല, ഇരവികുളം ദേശീയോദ്യാനം, കുറിഞ്ഞി ഉദ്യാനം. കൂടാതെ മാട്ടുപ്പെട്ടി ഡാമിനോട് ചേർന്നുള്ള മേഖലയിൽ കാട്ടാനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. പടയപ്പ ഉൾപ്പെടെയുള്ള ആനകൾ ഡാം മുറിച്ചു കടന്നാണ് എക്കോ പോയിന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് സീപ്ലെയിൻ പദ്ധതിയിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ ഉയർന്ന ശബ്ദം ആനകൾ പ്രകോപിതരാകാൻ ഇടവരുത്തുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഈ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതില്ല. അതേസമയം വനംവകുപ്പിന്റെ നിലപാടിനെതിരെ ഇടുക്കിയിൽ നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. ആന ഡാമിലിറങ്ങാനുള്ളതല്ലോ, ആന വനത്തിലില്ലേ. അതെ, ഒരു കാര്യം ചെയ്ത വനംവകുപ്പുകാർ വെള്ളം കോരിക്കൊണ്ടെന്ന് ആനയുടെയൊക്കെ വായിൽ ഒഴിച്ചു കൊടുക്കട്ടെ, അതാ നല്ലത്. വൈൽഡ് ലൈഫ് കോ എക്സിസ്റ്റന്റ് ഇനിഷ്യേറ്റീവ് കേരള എന്ന സംഘടന പദ്ധതിക്കെതിരെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും വിവിധ വകുപ്പ് മന്ത്രിമാർക്കും പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ ഇടുക്കി ഡാമിൽ പദ്ധതിയുടെ സാധ്യത പരിശോധിച്ചിരുന്നെങ്കിലും വന്യജീവി സങ്കേതം എന്നത് പരിഗണിച്ച് ഒഴിവാക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. സീപ്ലെയിൻ വിഷയത്തിൽ CPM കാപ്പട്യം കാണിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 10 വർഷം മുമ്പ് പദ്ധതി എതിർത്തു. മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാകുമെന്നായിരുന്നു അന്ന് CPM വാദമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സീപ്ലെയിൻ ഒരു റിഹേഴ്സൽ നടത്തിയിട്ട് ടൂറിസം പറയുകയാണ്, ദേ ഞങ്ങളാണ് ആദ്യമായി കേരളത്തിൽ സീപ്ലെയിൻ കൊണ്ടുവരുന്നതിന്റെ പിതാക്കന്മാർ എന്ന് നടിക്കുകയാണ്. 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ ലാൻഡ് ചെയ്യിപ്പിച്ചപ്പോ എന്താ പറഞ്ഞത്? മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും, ഒരു കാരണവശാൽ കേരളത്തിൽ സീപ്ലെയിൻ അനുവദിക്കില്ലെന്ന് 10 കൊല്ലം മുമ്പ്. എന്നിട്ട് ഇപ്പോ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കാപട്യമാണ് ഇവരുടെ മുഖമുദ്ര, ഇവരുടെ കാപട്യമാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന രീതിയിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കിയാൽ എതിർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി നേതാവും CPM MLAയുമായ PP ചിത്തരഞ്ജൻ. ഒരു ചർച്ചയും കൂടാതെയാണ് മുൻപ് UDF സർക്കാർ പദ്ധതി കൊണ്ടുവന്നതെന്നും അതുകൊണ്ടാണ് എതിർത്തത് എന്നും MLA വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സീപ്ലെയിൻ കടന്നു വരുന്ന ഒരു സാഹചര്യം വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത് വരാത്ത നിലയിൽ തന്നെ അത്തരം കാര്യങ്ങൾ എങ്ങനെ പരിശോധിച്ച് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കാര്യം എങ്ങനെയൊക്കെയാണ് ഈ പ്രോജക്റ്റ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് സമരം ചെയ്യുവാനിടയായത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന വേമ്പനാട് കായലിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് അന്ന് ഈ സീപ്ലെയിൻ ആരംഭിക്കാൻ നിശ്ചയിച്ചത്.